പോകുന്നത്. ഈ മൗലാന മൗദൂദി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട വ്യക്തിയാണ്. ഹുക്കുമത്തെ ഇലാഹി, അതായത് മതരാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, ഖുറാൻ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും എഴുത്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ ഈ ഹുക്കുമത്തെ ഇലാഹി സ്വപ്നം കാണുന്ന മൗലാന മൗദൂദിയെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത്. അവരൊരിക്കലും മൗദൂദിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ശുദ്ധ അസംബന്ധമായ കാര്യം തന്നെയാണ് ഈ വി ഡി സതീശൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്. കാരണം വോട്ട് നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ മതമൗലികവാദ സംഘടനകൾ, അതിപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, അതുകൂടാതെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPI, ഈ രണ്ട് സംഘടനകളുമായി ചേർന്ന് മത്സരിച്ചാൽ മാത്രമേ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ UDFന് സാധിക്കുകയുള്ളൂ. അത് അവർക്ക് വ്യക്തം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിനെ പോലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ UDF സംവിധാനത്തിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ ഈ ഇരവാദം ഒക്കെ പറഞ്ഞ് ഒരു വലിയ സ്വാധീനം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.